വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടം നടന്ന പശ്ചാത്തലത്തിൽ ഇത്തരം വിനോദോപാധികളുടെ സുരക്ഷ എത്രത്തോളം ആണ് എന്ന് പരിശോധിക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറമിക് ജോർജ്. ഡെപ്യൂട്ടി കളക്ടർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഈ മാസം 28-ന് ആ റിപ്പോർട്ട് നൽകും. അപ്പോൾ അതിനു മുമ്പ് കളക്ടർ നമ്മളോടൊരു സ്വകാര്യ ഏജൻസിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കും എന്നുകൂടി കളക്ടർ പറയുകയാണ്. കളക്ടറുടെ വാക്ക് മൊഴിയെടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ അന്വേഷണം നടന്നു വരുവാണ്. ഇപ്പം ഒരു 28-ാം തീയതി ആ റിപ്പോർട്ട് നൽകാൻ വേണ്ടി അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം കൂടി നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇങ്ങനത്തെ സേഫ്റ്റി മെഷേഴ്സിനെ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇൻ ഫ്യൂച്ചർ എത്രത്തോളം നമുക്കത് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നമുക്കിത് കൊണ്ടുവരാൻ കഴിയും അതും കൂടി പരിശോധിക്കേണ്ടതാണ്. അപ്പം നമ്മുടെ അന്വേഷണം ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. ഇപ്പം അത് ടൂറിസം വകുപ്പിൻ്റെ ലെവൽ ഒരു പോളിസി ലെവൽ ഡിസിഷനാണ്. അത് സ്വാഭാവികമായിട്ടും സർക്കാർ തലത്തിൽ അവർ ആലോചിച്ചിട്ട് കൃത്യമായ ഒരു തീരുമാനം എടുക്കും. വിശദാംശങ്ങളുമായി ചേരുന്നത് ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഹരി, ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഇത്തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കൽ അന്വേഷണം. മുൻപും വർക്കലയിൽ ബലൂൺ പോസ്റ്റിൽ കുടുങ്ങിയ ഒരു അപകടം ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ തന്നെ ഈ വിനോദോപാധികൾക്കായി വരുന്നവർ പല നാടുകളിൽ നിന്ന് വരുന്നവരുണ്ട്. അവർക്ക് ഇവിടെ പരിചയമൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എങ്ങനെ കൃത്യമായി സുരക്ഷ ഒരുക്കാം? ഈ റിപ്പോർട്ട് ഈ മാസം 28-ന് ഡെപ്യൂട്ടി കളക്ടർ നൽകുന്നുണ്ടല്ലോ. ക്രിസ്റ്റിന, ഹാഷ്മി, ഈ നേരത്തെ തന്നെ അതായത് ഈ വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു ജില്ലാ കളക്ടറുടെ നേരത്തെയുള്ള ഉത്തരവ് എന്ന് പറയുന്നത്. ഈ ഡെപ്യൂട്ടി കളക്ടറായ സി പ്രേംജിക്കാണ് ഇതിന്റെ ചുമതല. ഇപ്പോൾ കളക്ടർ നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിശദമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട്. അതായത് ഈ വാട്ടർ സ്പോർട്സ്, അതായത് ഈ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് ടൂറിസം വകുപ്പ് ഇത്തരത്തിലുള്ള ഈ വിനോദോപാധികൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ ബീച്ചിലൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ഈ സുരക്ഷയെപ്പറ്റി കൃത്യമായ വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത് കാലതാമസം നേരിടുന്നത് എന്നാണ് കളക്ടർ നമ്മളോട് പറഞ്ഞത്. ഈ മാസം 28-ന് വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇത്തരത്തിൽ ഡെപ്യൂട്ടി കളക്ടർക്ക് സമർപ്പിക്കും. അതിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകും. വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിന്റെ കാരണങ്ങൾ അടക്കം എല്ലാ കാര്യങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നടത്തിപ്പ് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ ഏജൻസിക്കാണ്. ഈ ജോയി വാട്ടർ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ ഏജൻസിക്കാണ്. അവർക്ക് ഈ വീഴ്ച പറ്റിയിട്ടുണ്ട്, ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ പ്രാഥമികമായി കളക്ടർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഉയർന്ന തിരമാല, അതായത് ഈ റോവിംഗ് വേവ് ഉണ്ടായതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോഴും ബാക്കിയാക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്രയും ആളുകളെ ഈ കൈവരി ഇല്ലാത്ത, അതായത് അത്തരത്തിൽ സുരക്ഷ ഇല്ലാത്ത ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് ആളുകളെ കയറ്റിയത് എന്നുള്ള ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട് എന്ന് പറയുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ തീരദേശത്തെ അല്ലെങ്കിൽ ഈ ബീച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ട എല്ലാ വിനോദോപാധികളുടെയും സുരക്ഷ പരിശോധിക്കും. അതിന്റെ അടക്കമുള്ള റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇത് ടൂറിസം ഡയറക്ടർക്കും ഉടൻ തന്നെ സമർപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ബാക്കിയുള്ള, അതായത് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഈ വർക്കല പാപനാശം ബീച്ചിലുള്ളത്. മറ്റിടങ്ങളിൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അത്തരം അഡ്വഞ്ചർ ടൂറിസം ഒക്കെ വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി ടൂറിസം വകുപ്പിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. അത് പക്ഷേ ഇനി ഈ സുരക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുകൂടിയാണ് കളക്ടർ 24-നോട് പറഞ്ഞത്. ഹാഷ്മി, ക്രിസ്റ്റീന. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ എന്താണ് പ്രശ്നം ഉണ്ടായതെന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ല എന്നുകൂടിയാണ്. അത് ഇനി അന്വേഷണം നടക്കാനിരിക്കുകയാണ്. അപ്പോൾ അന്വേഷണം നടക്കട്ടെ, എന്തായാലും ഇനി ആവർത്തിക്കാതിരിക്കട്ടെ.